പഠനത്തിൽ മോശമായതിനാൽ സ്കൂൾ ഉപേക്ഷിച്ചു. ഹൈസ്കൂൾ പഠനം ഉപേക്ഷിച്ച് പിന്നീട് ബിസിനസ് രംഗത്തേക്ക്. അങ്ങനെ ഒരാൾ ഇപ്പോൾ നാസയുടെ തലപ്പത്തേക്ക്. ഒപ്പം വിവാദങ്ങളും വിമർശനങ്ങളും. 16-ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച ജെറഡ് ഐസക്മാനെ നാസയുടെ മേധാവിയായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. ശതകോടീശ്വരനും സംരംഭകനും സ്വകാര്യ ബഹിരാകാശ സഞ്ചാരിയും പൈലറ്റുമായ ജെറഡ് ഐസക്മാൻ ഇലോൺ മസ്കിന്റെ അടുത്തയാളുമാണ്. 1983 ഫെബ്രുവരി 11 ന്യൂജേഴ്സിയിൽ ജനിച്ച ജെറഡ് ഐസക്മാൻ 16-ാം വയസ്സിൽ ഹൈസ്കൂൾ പഠനം ഉപേക്ഷിച്ചു. പിന്നാലെ സംരംഭകനായി. 1999 ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ് എന്ന ഓൺലൈൻ പേയ്മെന്റ് കമ്പനി സ്ഥാപിച്ചു. ഐസക്മാന്റെ വീടിന്റെ ബേസ്മെന്റിലെ ഒരു മുറിയിലായിരുന്നു കമ്പനിയുടെ തുടക്കം. പിന്നീട് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള കമ്പനിയായി ഷിഫ്റ്റ് ഫോർ പേയ്മെന്റ് വളർന്നു. വർഷം തോറും 26,000 കോടി ഡോളറിന്റെ വിനിമയമാണ് ഷിഫ്റ്റ് ഫോർ പേയ്മെന്റിലൂടെ അമേരിക്കയിൽ നടക്കുന്നത്. ഹിൽട്ടൺ, ഫോർ സീസൺസ്, KFC പോലുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ പേയ്മെന്റ് സംവിധാനങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് ഐസക്മാന്റെ കമ്പനിയാണ്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിൽ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഈ 41-കാരൻ ബഹിരാകാശ യാത്ര നടത്തിയത്. ഇൻസ്പിറേഷൻ 4 എന്ന പേര് നൽകിയ ദൗത്യത്തിന്റെ കമാൻഡറും ജെറഡ് ഐസക്മാൻ ആയിരുന്നു. ക്രൂ ഡ്രാഗൺ ബസിലിയൻസ് എന്ന സ്പേസ് എക്സ് പേടകത്തിൽ ഫാൽക്കൺ 9 റോക്കറ്റിലേറിയായിരുന്നു ജെറഡിന്റെ ചരിത്രയാത്ര. ഇൻസ്പിറേഷൻ 4-ൽ ജെറഡിന് പുറമെ 3 പേർ കൂടിയുണ്ടായിരുന്നു. സാധാരണക്കാരായ ഈ 3 പേരുടെയും യാത്രാ ചെലവ് വഹിച്ചതും ഐസക്മാൻ ആയിരുന്നു. തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഐസക്മാൻ ബഹിരാകാശത്ത് നടക്കുകയും ചെയ്തു. 585 കിലോമീറ്റർ ഭൂമിയെ ചുറ്റിപ്പറന്ന ശേഷം ഐസക്മാനും സംഘവും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലാൻഡ് ചെയ്തു. വ്യോമയാന മേഖലയോട് വലിയ അഭിനിവേശം പുലർത്തിയിരുന്ന ആളായിരുന്നു ജെറഡ് ഐസക്മാൻ. വൈകാതെ തന്നെ അദ്ദേഹം പൈലറ്റ് ലൈസൻസ് സ്വന്തമാക്കി. വിവിധ സൈനിക വിമാനങ്ങൾ പറത്താൻ പരിശീലനം നേടി ഇദ്ദേഹം 2008-ൽ തന്റെ സ്വകാര്യ ജെറ്റിൽ 83 മണിക്കൂർ കൊണ്ട് ഭൂമിയെ ചുറ്റി പറന്നിട്ടുണ്ട്. 2009-ൽ മേക്ക് എ വിഷ് ഫൗണ്ടേഷന് വേണ്ടി ഫണ്ട് രൂപീകരിക്കുന്നതിനായി ഭൂമിയെ ചുറ്റി വിമാനം പറത്തിയ ജെറഡ് ഐസക്മാൻ 61 മണിക്കൂർ 51 മിനിറ്റ് കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി റെക്കോർഡ് സ്ഥാപിച്ചു. 2019ഓടെ ശതകോടീശ്വരനായി ജെറഡ് ഐസക്മാൻ വളർന്നു. ഫോബ്സിന്റെ കണക്കുകൾ പ്രകാരം $1.7 ബില്യൺ, അതായത് ഏകദേശം 14,384 കോടി രൂപയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ആസ്തി. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ നാസയുടെ പുതിയ മേധാവിയായി ചുമതല ഏറ്റെടുക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഐസക്മാൻ പ്രതികരിച്ചു. കുട്ടികളെ സ്വപ്നം കാണാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കുമെന്നും US ജനത ചന്ദ്രനിലും ചൊവ്വയിലും നടക്കുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2,500 കോടി ഡോളറിന്റെ ബജറ്റാണ് നാസ അടുത്ത വർഷം ലക്ഷ്യം വെക്കുന്നത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിനു ശേഷം സെനറ്റിന്റെ അംഗീകാരം ലഭിച്ചാൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടും. അക്കാദമികമോ ഭരണപരമോ ആയ മുൻപരിചയമില്ലാത്ത ഒരാൾ നാസയുടെ മേധാവിയാകുന്നത് ഇത് ആദ്യമായിരിക്കും. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായുള്ള ജെറഡിന്റെ അടുപ്പം നാസയും സ്വകാര്യ കമ്പനികളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത്.